ഇത് പറഞ്ഞോക്കെ, ഇഫ് ഐ ക്വിറ്റ് മൈ ഡ്രീം മീൻസ് നത്തിങ്. ഇഫ് ഐ ക്വിറ്റ് മൈ ഡ്രീം മീൻസ് നത്തിങ്. അതായത് നമ്മൾ സ്വപ്നം കാണും പക്ഷെ വിട്ടുകളയും. അത് നമ്മുടെ ഒരു ശീലമായാൽ നമ്മളെ ലൈഫിൽ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആ ശീലം മാറ്റിയിട്ട് ഒരു തീരുമാനം എടുത്താൽ അത് വിജയിക്കുന്നത് വരെ അതിൽ പൊരുതുന്ന ഒരാളായിട്ട് മാറണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസിങ് ആണ് നമ്മൾ നടന്നത്. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണേ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിൽ നിന്ന് പിന്മാറാൻ തോന്നുമ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഇഫ് ഐ ക്വിറ്റ് മൈ ഡ്രീം മീൻസ് നത്തിങ്. പറഞ്ഞേ, ഇഫ് ഐ ക്വിറ്റ് മൈ ഡ്രീം മീൻസ് നത്തിങ്. ഇഫ് ഐ ഡിലേ ഐ ബീട്രൈ മൈ ഡ്രീംസ്. ഇഫ് ഐ ഡിലേ ഐ ബീട്രൈ മൈ ഡ്രീംസ്. അതായത് ഞാൻ ഡിലേ വരുത്തുകയാണെങ്കിൽ, വൈകിപ്പിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെയാണ് പറ്റിക്കുന്നത്. ഇഫ് ഐ ഡിലേ ഐ ബീട്രൈ മൈ സെൽഫ്. ഇനി ഞാൻ ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ തന്നെ ശത്രുവാണ്. ഇഫ് ഐ ഗിവ് അപ്പ് ഐ ബിക്കം മൈ എനിമി. ഇഫ് ഐ ഗിവ് അപ്പ് ഐ ബിക്കം മൈ എനിമി. പറഞ്ഞേ, ഇഫ് ഐ ഗിവ് അപ്പ് ഐ ബിക്കം മൈ എനിമി. എനിക്കിനി എൻ്റെ പഴയ ദുർബലമായ ആ വേർഷൻ ആവണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ബി ദ ഓൾഡ് വീക്കസ്റ്റ് വേർഷൻ ഓഫ് മീ അഗൈൻ. I don't want to be the old weakest version of me again. I don't want to be the old weakest version of me. I'm not here to dream. I'm not here to dream. ഞാനിവിടെ സ്വപ്നം കാണാൻ വന്നതല്ല. I'm not here to dream. I'm here to gain. ഞാനിവിടെ നേടാൻ വന്നതാണ്. I'm here to gain. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു നോക്ക്, നിങ്ങൾക്ക് തന്നെ വല്ലാത്തൊരു വൈബ്രൻറ്റ് ഫീൽ കിട്ടും. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ ഈ പാറ്റേൺ ഞങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾക്ക് ഒഴിവുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.